അച്ഛൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. എന്താ എന്തു പറ്റി? ദേ, അച്ഛൻ ഇതിനാണോ ഈ സ്ഥാപനം നടത്തുന്നത്? അത് എന്താ എന്തുണ്ടായെന്നോ? കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ. അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ എന്ത് കാണിച്ചെന്നാ പറയണേ? എന്ത് കാണിച്ചെന്നോ? എന്റെ മോൾ ഇവിടെ പഠിക്കണ്ട. ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് പോകും. എന്താ ഉണ്ടായത്? എന്തുണ്ടായെന്നോ? അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. എന്താ അച്ഛോ? ദേ, ഇത് തന്നെ. അയ്യോ, ഇതാണോ കാര്യം? അത് അച്ഛന് ഞരമ്പിന് അസുഖമായിട്ട് ചെറുപ്പത്തിലേ പറ്റിയൊരു തകരാറ്. അയ്യോ, ക്ഷമിക്കണം അച്ഛോ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാ അച്ഛോ, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? താണ്ടമ്മ ഇങ്ങോട്ട് വരൂ. ഞാനൊരു കാര്യം പറഞ്ഞാ വേറെ ആരോടെങ്കിലും പറയോ? ഇല്ല അച്ഛോ. താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരുമോ? അയ്യോ വേണ്ട അച്ഛോ. ഗണപതി, ഓ ആ ഫോൺ എടുത്തേ. ഓ, വില്യംസ് കമ്പനിന്ന് റീജിയണൽ മാനേജറെ 10 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അതല്ലടോ ഇതാ അടിക്കണേ. ഹലോ. ഓ ഓ ഓ ആ, വീട്ടിൽ നിന്ന് അമ്മച്ചിയാ. കാർത്തിയാനിയാ? അതിനിപ്പോ എന്താ വേണ്ടേ? കുറച്ച് ഉണക്ക അയലയും മാങ്ങയും കൂടി ഉടനെ വീട്ടിലോട്ട് മേടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഉണക്ക ചെമ്മീനും കൂടി വേണോ അമ്മച്ചി? 10 മണിക്ക് സഹദേവ മുതലാളി വരുമെന്നാ പറഞ്ഞത്. ഭഗവാനെ, അങ്ങേരെ കൂടി പാർട്ട്ണറായി കിട്ടിയാൽ സാറിന് വെച്ചടി കയറ്റമായിരിക്കും. അതെയോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സാറും നന്ദപുരത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായ സഹദേവ മുതലാളിയും പാർട്ട്ണർമാരായി ഒരു സ്ഥാപനം നടത്തുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യവും മറ്റാണോ? ഹലോ. വരണം. ഷേക്ക് ഹാൻഡ് കൊടുക്ക്. കൈ കൊടുക്ക്. കൺഗ്രാറ്റുലേഷൻസ്. ഇരുന്നു. നിങ്ങളുടെ അഡ്വക്കേറ്റ് മിസ്റ്റർ KS പിള്ള പറഞ്ഞ കണ്ടീഷനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. എന്നാൽ ഈ ആഴ്ച തന്നെ ഇതൊരു പാർട്ണർഷിപ്പ് ഫേമായി റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കളയാം. എന്താ? എനിക്ക് മനസ്സിലായി. അത് ഈ ഭരണഘടന മാറ്റി അങ്ങനെ ചെയ്യാം. ഹലോ. ബോംബെ കട്ടായി. മഹേന്ദ്ര ഒന്ന് നോക്കി. ഓക്കെ സാർ. ഏതായാലും സമയം എത്രയായില്ലേ? നമുക്ക് ക്ലബിൽ പോയി 2 എണ്ണം വീശാം. വീശാം. ഹലോ, ലക്ഷ്മി ട്രാൻസ്പോർട്ട്. ഉണക്കയായില്ല അമ്മച്ചി. എടി നരവോന്തേ, നിന്നെ പച്ചത്തറി വിളിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കണില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഒറ്റ ചവിട്ടേണ്ടല്ലോ, പിന്നെ നീ നീർന്നു കിടക്കില്ല. ആരാ? ഒരു കസ്റ്റമറാ അല്ലടോ? മാഷേ, ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് വന്നിട്ട് കുറഞ്ഞേരായോ? ഏയ്, ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? അവിടെയാ. നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ. എവിടെയാ? ഇവിടെ. ഓ ഓ. തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടൊന്നുള്ള വരയല്ല.
ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ളൊരു പറയാതെ അയ്യോ മാഷെ. നമുക്ക് എന്തെങ്കിലും കുറേശ്ശെ തുടങ്ങാം, എന്തെങ്കിലും തുടങ്ങാം. എന്താ? അല്ല, ക്ലാസ് തുടങ്ങാന്ന് പറയാ. ആ തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, പതാനിസ മുഷ്കരനല്ല ഞാൻ. തശീലേ ഇനി കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. അല്ല, മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്ന് അർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, അയ്യോ എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? ആ എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ ഈ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നല്ലി പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്. പൊട്ടി, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിച്ച് എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, തെണ്ടി, എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്തേ? അതെ, ഗുണ്ട്. മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനഗുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ. ആന ചാടുമ്പോ പൂര അലമ്പാവൂലണ്ണ. ജീവനുള്ള ആന എനട മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാമെന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും. ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്. മന്നാടിയാരെ, എന്താ വക്കീലേ, എന്താ? എടുക്ക്. എന്നെയല്ല, എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവം ആടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ, പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ, നിനക്ക് സംശയമുണ്ടോ? എന്തായോ? അയ്യോ, പോകുമ്പോ എന്തൊരു സ്മാർട്ടായിരുന്നു. എന്താടാ വിളിക്കുന്നത്? നിനക്ക് വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ പഞ്ചാരടിച്ചിട്ട് അല്ലടാ സുഹൃത്തിനെ സഹായിക്കുന്നത്. കേട്ടല്ലോ ജീവ, ഈ പൗലോസേട്ടനൊരു ചാൻസ് ഇതാ. നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ പൗലോസേട്ടൻ തീർത്തു തരാം. ശ്വാസം വിട്. ജീൻസ് എന്റെ ആണ്. ബനിയനെങ്ങാനും കീറിയ കൂളിംഗ് ഗ്ലാസ് പൊട്ടാതെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം തന്നെ. എന്ത് ഷഡ്ഡി. വേദന എപ്പോഴുണ്ടാ? ഒരുപാട് ചിരിക്കണ്ട, എന്റെയാ. തമിഴ് മക്കൾ ഗവനത്തിക്ക് മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്ന് ഒരു പെൺ മനനോയാളി തപ്പിച്ചു വിട്ടാർ. മലയാളികളുടെ ശ്രദ്ധയ്ക്ക്, കാന്താശുപത്രിയിൽ നിന്നും മനോരോഗിയായ ഒരു സ്ത്രീ പുറത്തു ചാടിയിരിക്കുന്നു. അസാധാരണമാം വിധം അക്രമാസക്തയാണ് ഇവർ. അതുകൊണ്ട് ജനങ്ങളെല്ലാവരും ജാഗ്രതയോടിരിക്കണം. വാൾ, പേനാക്കത്തി, ബ്ലേഡ്, കുപ്പിച്ചെല്ല് തുടങ്ങിയ മാരകായുധങ്ങൾ കണ്ടാൽ ഇവൾ ഹലോ. ഹലോ.
ചേട്ടാ ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള വഴി ഏതാ? കുട്ടിക്ക് അവിടെ ആരാ ഉള്ളത്? എനിക്ക് കൂട്ടുകാരായിട്ട് അവിടെ ഒരുപാട് ആത്മാക്കളുണ്ട്. അപ്പൊ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവാ? അതെ. ജീവ, ഈ ചാരങ്കാട്ട് പൗലോസ് ശത്രുവിനെ പോലെ വെറും കുണാപ്പനല്ല എന്ന് ഇന്ന് നിനക്ക് മനസ്സിലായി. എന്റെ ഈശോയെ. പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഭ്രാന്തനുണ്ട്. അവൻ വല്ല വിഡ്ഢിത്തോ എഴുന്നള്ളിച്ച ഒന്നും തോന്നരുത്. ഏയ്, എനിക്ക് ഭ്രാന്തന്മാരെ വലിയ ഇഷ്ടമായിട്ടാ. വേദനയൊക്കെ മാറിയോ? ഹലോ, ഇവിടുത്തെ കുക്ക. ഗുഡ് മോർണിംഗ്. ഹായ്. എങ്ങനെയുണ്ട് ശത്രു? അയ്യോ, ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, മിത്രമാണ്. ചേട്ടാ, ഇതാണോ എന്റെ ഭർത്താവ്? അതെ. ആക്ടിങ് ആക്ടിങ്. നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് സമ്മതമാണ്. എന്താ നിന്റെ പേര്? മിസ് നീലി. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു. നീലി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വേദന കുറവുണ്ടോ? എന്നെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ പിന്നെ ആരും എന്നെ മറക്കില്ല. നാടക നടിയാ, കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള. നീലി കാണട്ടെ കാണട്ടെ. അയ്യോ, ഞാൻ നീലിയല്ല, നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠൻ. കൊണ്ടും കൊടുത്തും കയ്യറപ്പ് തീർന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഒത്തുചേർന്ന ജന്മം. എന്നോടാ കളി? ബാബാവിനെയും കണ്ടില്ലേ? ഇവിടെ നീലി കലക്കും. എന്താടോ വാര്യരെ ഞാൻ ഇങ്ങനായത്? ഞാൻ വാര്യരല്ല പൗലോസ. നീ എന്താ ഇങ്ങനെയായെന്ന് എനിക്കറിയില്ല. ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. എന്നും മംഗലശ്ശേരി നീലകണ്ഠന്റെ അധപ്പതനം സ്വപ്നം കണ്ട് കഴിയുന്നവൻ. വിടില്ല ഞാൻ. ജീവ ഓടിക്കോടാ. എന്നെ പോലെ എഫിഷ്യന്റ് ആയ ഇൻസ്പെക്ടർമാരുടെ ഒരു ഗതികേട്. മേളിൽ നില ഉദ്ദണ്ഡന്മാർക്ക് ഓർഡർ ഇട്ടാ മതിയല്ലോ. ചത്താലും പ്രാന്താശുപത്രിന്ന് പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മൊട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു. എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗരപ്രദക്ഷിണം ചെയ്യും. അല്ലേടോ? രക്ഷപ്പെട്ട് കട്ടി പോട്ടിருக்க. ഇതൊന്ന് പിടിച്ചേ, പപ്പ ഇതൊന്ന് കറ്റട്ടെ. ഇതൊന്നും പപ്പയ്ക്കൊരു പ്രശ്നമല്ല. നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ ഇതുമ്പോ വന്നോളാം.
എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവിനെയോ അല്ലെങ്കിൽ മാലാകനെയോ വിചാരിക്കുക. അത് തന്നെ സൂക്ഷിച്ചാ ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യം വേറെ ഇല്ല. പണ്ട് പപ്പ ഇന്നലല്ലേ പള്ളിക്കൊക്കെ പോയിട്ടുള്ളത്. പറഞ്ഞിട്ട് വണ്ടി വിട്ടാ മതി കേട്ടോ. റെഡി. എന്റെ അമ്മേ, എന്റെ കയ്യിൽ പോയില്ലോ. കയ്യിലെടുക്കട്ടെ. വണ്ടി നിർത്താൻ കുഴിക്ക് പോകും. ഈ അന്നെ വണ്ടി നിർത്താൻ പറയണം. പോളും വണ്ടി നിർത്താൻ. ഉപ്പു വണ്ടിക്ക് സ്പീഡ് കൂട്ടി നിന്റെ പപ്പ വണ്ടി നിർത്താൻ പറഞ്ഞില്ലേ? മായി കഷ്ടപ്പെട്ടു. ഇതൊന്ന് കുത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റിയ മതിയായിരുന്നു കർത്താവേ. അങ്ങനെ വേറെ നമ്മളൊക്കെ കൊഞ്ചം കൊടുക്കേ. ഒരു മഞ്ഞ ട്രാക്ടർ എന്നെ കൊല്ലാൻ വരുന്നേ. എന്റെ പോലീസ് പിടിച്ചു തന്നെ. ഞാനിവിടെ മരണവരാക്കം നിർത്തോ. എന്നെ സഹായിക്കാൻ ആരുമില്ലേ? ഇതേ പോയില്ല എന്റെ കയ്യിൽ നിന്ന്. എന്റെ അമ്മ ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ഞാനിങ്ങെടുത്തു വെച്ചേ ഈ വെറ്റിലെ താമ്പാളത്തിൽ. ദൂരെ കീഴെ കുതിച്ചു ഒരു മാണിക്ക ചെമ്പഴുക്ക കര കാണ കടലലമേലെ മോഹത്തിൻ കുരുവി പറന്നു. അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നു. ലീണം പാടിവാവ തെയ്യന്താര തെയ്യന്താര ദൈതും. അറബിക്കടലിളകി വരുന്നു ആകാശപ്പൊന്നു വരുന്നു. ആലോലം തിരകളിലെ അമ്മാന വഞ്ചീനെ അരുമപ്പൂമീനേ വാ ഭൂമീനേ വാ വാ. അറബിക്കടലിളകി വരുന്നു ഇടിക്കല്ലടാ ശവേ. നീ ഇതിനൊന്ന് കെട്ടീന് എടുക്കണെങ്കി ദേ പോണു മുതല്. ഇതിനെ എല്ലാണെങ്കിലും നല്ല തൂക്കം കേട്ട പിശാചി. എടാ മാമുക്കോയെ, മാമു നിന്നെനിക്കിഷ്ടാ. നീ ആ നാടോടിക്കാറ്റിലെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഗൾഫിൽ വിടാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അതെ, ശ്രീനിവാസനെ നീ വിട്ടേക്ക്. അവൻ തെണ്ടിയാ, അവനെനിക്കിഷ്ടല്ല. അന്ന് എനിക്കറിയാം നീ എന്നെങ്കിലും എന്റെ കയ്യിൽ വരുമെന്ന്. ഗഫൂർ കാ ദോസ്. ശവത്തിന് എന്തിനാ കൂളിംഗ് ഗ്ലാസ്? അതിന് പോരട്ടെ. ആറടി മണ്ണിൽ നീറിയൊടുങ്ങും. വാച്ചൊക്കെ കെട്ടിപ്പോ കല്യാണത്തിന് കൊണ്ട കാര്യമൊന്നുമില്ല നിനക്ക്. തിലകം ചാർത്തി ചീകിയു മഴക. ഓ പിന്നെ തിലകം ചാർത്തണ്ട ഒരു മോന്ത. അങ്ങോട്ട് പോട്ടാ. ഏയ് ഇതെന്താ ഈ ശവം എങ്ങനെ പെരുമാറണേ? അങ്ങനെയാലും പറ്റില്ല. എന്താണ്ടത്? എന്ത് എന്താന്ന്? വരാൻ അതാ പിടിച്ച് കടിച്ച് ചത്തു പോകുന്നു. എടി എന്നെ ഇങ്ങോട്ട് വരാൻ. ഞാൻ 300 ഓണം ഇൻജക്ഷൻ ചെയ്യാൻ. എന്താ എന്നെ ഇവിടെ വരാൻ? എന്താ ഉണ്ടായി? എനിക്കിപ്പോ രണ്ടാണെന്ന് പറയണം. വാറ കൊടുക്കുന്നത് അവനോ ഞാനോ? കാര്യം പറ. എന്തായാലും ആന ഇവിടെ തോക്ക പ്രശ്നമാക്കണ്ട. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഒന്നും വേണ്ട. എനിക്ക് സീസൺ ഇപ്പൊ കാണണം. നേരം കുറയായി. നിൽക്കാൻ പറ്റുമോ? ഞാൻ സീസൺ വിളിച്ചില്ലേ? ഞാനും കൂടെ വരാം. വേണ്ട, താനോട് നിൽക്ക്. എന്തിരിട്ടത്? പേടിയാവും. എന്തേ? ശ്രീരാമനോട് വന്നേ.
ഒന്നും ഉണ്ടായിട്ടില്ല, തനിക്കൊരു കൂട്ട്. കണ്ണൂടെ ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് പോകണോ? ആ, നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങൾ അവിടെ മാഡം എടാ അങ്ങനെ പോവാൻ ഇതിന് മക്കളെ പ്രാർത്ഥിക്കട്ടാ. ആ ഇതിനു മുമ്പ് നിനക്കനെ കൊന്നിട്ടുണ്ടോ ചങ്ങാതി? പേടിച്ചോടി. എവിടെയാണ് അവൻ? ആര്? നിന്റെ അളിയനാ? അതെവിടെയെന്ന് നോക്കാൻ പട്ടിയുടെ മോനെ. എടാ അതൊരു എന്റെ അത് പൂവ് വെച്ചേക്കണത് എവിടെ? ഓനെവിടെ എനിക്കറിയാൻ പറ്റുമോ? നോക്ക്, ആരെ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? വീട്ടിൽ കയറിയിട്ടാണ് കേട്ടവൻ. അടിക്ക് എവിടെ? തലേന്ന് മുമ്പനെ തൊപ്പി അന്നലെ ഇതൊക്കെ നിന്നെ കൊണ്ടുവന്ന കാര്യം എനിക്കില്ല. നീ ലൈറ്റ് കളഞ്ഞു, അതിന് ഞാൻ അടിക്കടോ. മിസ് മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരെ മിസ്? ഇതെന്താ എന്റെ നെല്ലിക്ക് വരുന്ന കർത്താവേ? എന്റെ അടുത്തേക്ക് വരുന്നു, അടിക്കണോ? കൊല്ലും ഞാൻ. എന്റെ കൈ പറഞ്ഞ ഒന്നും പറഞ്ഞു പെട്ടെന്ന് പാട് വടിയതേ. പോയത് പിന്നെ വരൂല്ലേ? പോയിട്ടില്ല. വരുന്നു വരുന്നു. അതെ, എനിക്ക് കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ, കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? എന്താച്ചോ? വളരെ ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിയാച്ചോ. നേർച്ചപ്പെട്ടിരി താക്കോല് അച്ഛനെന്നെ ഏൽപ്പിക്കാനായിരിക്കും. ഞാനിത് നേരത്തെ സ്വപ്നം കണ്ടിരുന്നാച്ചോ. താണ്ടമ്മേ. എന്താച്ചോ? താണ്ടമ്മ സ്വപ്നം കാണാറുണ്ടല്ലേ? ഉണ്ടാച്ചോ. എന്നാ ഇനി അങ്ങനെ സ്വപ്നം കാണണ്ട. ഇവിടെ കുറെ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട്. അവർ ഈ സ്ഥാപനത്തിനെ പ്രേമിക്കാനുള്ള ഒരു ഇടത്താവളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം. അറിഞ്ഞത് മനസ്സിലായോ? അത് ഞാൻ ഏറ്റച്ചോ. ഓ, അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീ താണ്ടമ്മ വല്ലതും പറഞ്ഞോ? ഈശോംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാൻ മറന്നുപോയി അച്ചോ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ താണ്ടമ്മേ. അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല. ഇത് അന്വേഷിക്കില്ല പണി. കൂശുമ്പോ തന്നെ എല്ലാം കഴിഞ്ഞു. ചന്ദ്രപൂർണ്ണ ആരോഗ്യതയാ. പക്ഷെ ന്യൂറോളജിസ്റ്റ് സ്വല്പം കൺഫ്യൂഷനില്ല. അതാ ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചന്ദ്രയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിരൽത്തുമ്പെങ്കിലും ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി. പിന്നെ ആ കുട്ടിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസിസ് പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് സ്നേഹവും പ്രതീക്ഷയും ധൈര്യവും കൊടുക്കുക. അത് ഹസ്ബൻഡിന്റെ കടമ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. തന്നോടൊരു കാര്യം പറയാൻ മറന്നു. ലേഹയുടെ ഫോൺ ഉണ്ടായിരുന്നു, അവള് വരുന്നു. ആൽഫിയെ അന്വേഷിച്ചു. ആര്? കുട്ടിയുടെ മോള്. നിങ്ങൾ തമ്മിൽ നേരത്തെ പഠിച്ചോളൂ. പിന്നെ അവളല്ലായിരുന്നു ഇവരുടെ കല്യാണത്തിന് സപ്പോർട്ട്. ഞാൻ മോളെ കണ്ടിരുന്നില്ല. പുത്തൻകുരിശ്. പുത്തൻകുരിശ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തിനടുത്തുള്ള സ്ഥല. ഏതൊരു കാര്യം ചെയ്യും, ഫോണിൽ കൂടെ അനുവാദം കൊടുത്തിട്ട് അവിടെ നിന്ന് വിമാനത്തിൽ കയറി എങ്ങോട്ടെങ്കിലും പോവാൻ പറയണോ? ഞാൻ പറഞ്ഞാലും അവൾ ഇവിടെ വന്ന എല്ലാവരോടും യാത്ര ചോദിച്ചിട്ടേ പണ്ടാലോടക്കാൻ ഓരോന്ന് കേറി വന്നോളും. എടോ, ഈ പിശാച് കുൽഫിയെ കണ്ടിട്ടുണ്ടോ? അവളും ചന്ദ്രയും തമ്മിൽ അടയും ചക്കരയും പോലെ. അട ചക്കരയോട് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളോ, അതോ അട നേരിട്ട് ആൽഫിയെ കണ്ടിട്ടുണ്ടോന്ന്? എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ.
ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഓ അത് ശരി. അപ്പൊ അവള് വരട്ടെ, അവൾ എന്നെ കാണട്ടെ. ഞാൻ ആൽഫി അല്ലെന്ന് അവള് പറയട്ടെ. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടെ ജയിലിൽ കിടന്ന് ഭാരതമാതാക്കി ജയ്, ഭാരതമാതാക്കി ജയ് എന്ന് വെറുതെ എല്ലാ കയ്യങ്കാലും. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. താൻ തന്നെ തിന്നാൻ വരക്കടോ. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. പറട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. തന്റെ മോൾ ആളെങ്ങനാണോ? എന്താ സയൻസ്? എടോ, അവളുടെ സ്വഭാവ വിശേഷ സവിശേഷ ഗുണഗണങ്ങൾ എങ്ങനെയാണ്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാനാണ്. ആ അത് വേണമെങ്കിൽ പറഞ്ഞു തരാം. ചെകുത്താൻ കയറിയ വീട്, ചിരിക്കാത്ത വീട്, ഇത് ചിലക്കാത്ത പാട്ട് പാടി പാചകം ചെയ്ത ഭക്ഷണത്തിലൊക്കെ തുപ്പൽ തെറിക്കും. 10-12 വർഷമായിട്ട് പൗലോസ് പാട്ട് പാടി തന്നെയാണ് പാചകം ചെയ്യാറ്. അത് തന്നെയാണ് ഇവിടെ ഉള്ളവർ ഭക്ഷിക്കാറ്. വേണമെങ്കിൽ ഞന്നിട്ട് നീ പൊക്കോ. അയ്യേ, കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കയ്യിൽ ഗ്ലൗസ് ഇടാൻ ഞാൻ മൃഗ ഡോക്ടറൊന്നും അല്ല. രാത്രി എന്താ ഇവിടെ പതിവ്? രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറാ പതിവ്. അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചുപ്പുടിയോ. രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താന്നാ ചോദിച്ചേ? ജീവന് കഞ്ഞി, അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി. നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം. എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം. തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല. സൗകര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. മാവ് എവിടെ? മാവ് മുറ്റത്തുണ്ട്. ഓ, ഗോതമ്പ് മാവ് എവിടെന്നാ ചോദിച്ചേ? ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടാവും. നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ. ഓഹോ, എന്നാ പിന്നെ ഒന്ന് നോക്കിട്ടെന്നെ കാര്യം. ഈ മരം കേറി പെണ്ണ് എവിടേക്കായി കയറണേ? പെണ്ണെ ഇവിടെ ഇറങ്ങിയ അതില് മാവില്ലാന്ന് പറഞ്ഞില്ലേ? ഗോതമ്പ് മാവ് അത് കേക്കാട്ടാ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇത്രയും കാലായിട്ടും ഒരാളും എന്റെ ദേഹത്ത് ഒരു നുള്ളു പൂഴി നുള്ളിയിട്ടിട്ടില്ല. ഇന്നലെ കേറി വന്ന നീ എന്റെ ദേഹത്ത് ഗോതമ്പ് പൊടി കമഴ്ത്തി അല്ലേടി? ഇതൊന്നും അറിഞ്ഞിട്ട് എന്നെ കാര്യം. ജീവ അവൾ എന്തോ ദുരുദ്ദേശത്തോട് കൂടിയാ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. പണത്തിനല്ലെന്നുള്ള ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ 1 ലക്ഷം രൂപ വരെ കൊടുക്കാന്ന് പറഞ്ഞല്ലേ? ഇനി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനോ മറ്റോ ആണോ? എന്തൊക്കെയായാലും അവൾ ആരാണ്, എവിടെന്നാണ്, എന്താണ് അവളുടെ ഉദ്ദേശം, ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിച്ചേ പറ്റൂ. വിടില്ല. എവിടെ വിളിച്ചാലും ഞാൻ പൊക്കും. തമ്പാനൂർ തമ്പാനെ ശരിക്കും അറിയില്ല. എന്താ ആരെ പൊക്കുന്ന കാര്യം? തൽക്കാലം തന്നെയല്ല, അതിന് സമയമായി വരുന്നതേ ഉള്ളൂ. അവളെ ഞാൻ പൊക്കും. എല്ലാവരോടും കൂടിയാ പറയുന്നത്, കരുതിയിരുന്നോ? അവൾ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങോട്ടൊരു പെണ്ണ് കേറിയിട്ടുണ്ട് മോനെ. ഇങ്ങോട്ടോ? തന്നോട് ആര് പറഞ്ഞു? കുശാഗ്ര ബുദ്ധിയുള്ള ഒരു പോലീസുകാരനോട് ഇതൊന്നും ആരും പറഞ്ഞു തരണ്ട. മണത്തറിയും. സാറുള്ളപ്പോ വേറെ പോലീസ് തയ്യാറ ആവശ്യമില്ല. ഇങ്ങോട്ടേക്ക് ഏത് പെണ്ണ് കയറിയ കാര്യമാണ് സാറ് പറയുന്നത്? ഈ വീട്ടിലേക്ക് ഒരു പെണ്ണും കയറി വന്നിട്ടില്ല. ഇങ്ങോട്ടെന്ന് പറഞ്ഞ ഊട്ടിയിലേക്ക്. ആന്ധ്രയിൽ നിന്നും പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ 4 അംഗ നക്സൽ സംഘത്തിൽ അംഗമാണ് ഈ അംഗം. അവരിവിടെ അംഗൻവാടി നടത്താൻ വന്നവരല്ല. അവരുടെ കയ്യിൽ RDXും ജലാറ്റിൻ സ്റ്റിക്കും ഒക്കെ ഉണ്ട്. സൂയിസൈഡ് സ്ക്വാഡിൽപ്പെട്ടവരാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. ഈ പറയുന്നതൊക്കെ നേരാണോ? മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകൾ പച്ചവെള്ളം പോലെ സംസാരിക്കും. അവളെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? കണ്ടാ പെണ്ണുങ്ങളെ പോലെ ഇരിക്കും. സംശയമുള്ളവരൊക്കെ പൊക്കാനാണ് മേളിൽ നിന്നുള്ള ഉത്തരവ്. 1,01,000 റിവാർഡ്. കിട്ടിയ ബമ്പർ, ഇല്ലെങ്കിൽ പാപ്പർ. എന്റെ ശ്രീ ഗുരുവായൂരപ്പ, ആ പൊമ്പർനാരെ എന്റെ കൈ കൊണ്ട് തരണേ. നമുക്ക് അകത്തോട്ട് സംസാരിക്കാം. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഓഹോ, രാവിലെ തുടങ്ങിയ തപ്പല. തൊണ്ടയിലെ തുപ്പല് പറ്റി. കുറച്ച് വെള്ളം കുടിക്കണം. പൈപ്പിൽ വെള്ളം തീർന്നു. എന്താ അങ്ങനെയാണോ? എന്നാ ഒന്ന് യൂറിൻ പാസ്. യൂറിനും തീർന്നു. യൂറിനൽ റിപ്പയർ ആണെന്ന് പറഞ്ഞതാ. മാത്രമല്ല ഊട്ടിയല്ലേ, ഔട്ട്ഡോർ ആണ് സുഖം. സംഭവം പറഞ്ഞ നെക്സൽ പെണ്ണ് ഇവള് തന്നെ. അവൾക്ക് തൽക്കാലം ഒരു ഷെൽട്ടർ ആണ് ആവശ്യം. അവൾ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ആണോ? പിന്നെ എവിടെ പോയി? ഇതിന്റെ പിന്നിലെങ്ങാണ്ടോ നോക്കട്ടെ. എവിടെ ഒളിപ്പിച്ചു വെച്ചു? ഗോപാലകൃഷ്ണൻ അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ലല്ലോ. ഇല്ല. ആ, അപ്പ പിന്നെ അവൻ കള്ളനായിരിക്കും. ഇതിപ്പോ എന്താ ചെയ്യാ? ആ,
എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നീ വാച്ച് പിടിച്ച നീ തള്ളനെ ഞാൻ കൊല്ലും. അയ്യോ വേണ്ട, എനിക്ക് വേണ്ടി ക്ഷമിക്കണം. ഇത് ആരാ നിന്റെ? എന്റെ ഭാര്യ. നല്ല തല്ലുകൊണ്ട് ശീലമുള്ളത് കൊണ്ട് ഇത് ഞാൻ പ്രശ്നമാക്കണില്ല. പക്ഷെ നിന്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, ഇത് ഞാൻ പ്രശ്നമാക്കും. അയ്യേ, ഇത് മുത്തശ്ശിയാ. അതാ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. ഐ ആം ക്യാപ്റ്റൻ KG നായർ. ഗോപാലകൃഷ്ണന്റെ പറയടാ. അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ. അത് പിന്നെ അമ്മയാവില്ലല്ലോ. യു ആർ വെരി ഗുഡ്. മോള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇതൊരു തട്ടിപ്പായിരിക്കും നിന്നെ തോൽപ്പിക്കാൻ. ഇയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. 503 സ്പീക്കിംഗ്. 503 സ്പീക്കിംഗ്. ഓവർ. 007 സ്പീക്കിംഗ് ഓവർ. ഞാൻ പോന്നോണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. സാറ് പോയ വിവരം കേണൽ സാർ അറിഞ്ഞിട്ടില്ലേ സാർ? ഏ ചോടോ, ഇന്ന് എത്ര പേരുണ്ട് ക്യാമ്പില്? 25 ഉള്ളൂ സാർ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി? ചപ്പാത്തി ചൂടാൻ തുടങ്ങണുള്ളൂ സാർ. എത്ര എണ്ണം ചുട്ടു? 25 എണ്ണം ചുട്ടു. ഛേ, എടാ, ഒരു 50 എണ്ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ടു തള്ളിയാലേ നമ്മൾ പട്ടാളക്കാർക്ക് ഒരു വിലയുള്ളൂ. എന്താ എണ്ണം കുറയാൻ കാരണം? സാറേ, ഗ്യാസ് എത്താൻ വൈകി. എടാ, നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ? ഒഴിച്ച് കത്തിച്ചൂടെ? എന്താടാ ഒരു ശബ്ദം? ഈ ശബ്ദല്ലേ? അതൊരു കോഴിയാണ് സാർ. ഇതുവരെ കൊന്നില്ലേ? എന്നെ കൊല്ലാനാ? അയ്യോ, കൊല്ലാൻ കത്തി കിട്ടിയില്ല. എടാ, ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം. എപ്പോഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റുമോ? രക്ഷിക്കണേ സാറേ, കത്തി കിട്ടിട്ടോ? എങ്കി ഉടനെ കാച്ചടാ. എങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം. ഇതേതാ ഈ സാധനം? അയ്യോ, ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ. ആ, പോരട്ടെ പോരട്ടെ. അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ? ഞാൻ പുഷ്പം പോലെ പൊക്കിയെടുത്ത് താഴ്ത്തിക്കിടില്ലേ? ഞാൻ താഴ്ത്തിക്കിടട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തേ? വേണ്ട, അതന്നെ. കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം. ഓ, ബലിത ബിന്ദുക്കൾ. കാമുകൻ കാമുകിയോട്, കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു. കാമുകി, സാരമില്ല, എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി. നല്ല തമാശ. ഞാനെന്ന് ലിഫ്റ്റിൽ വെച്ച് എന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധികയല്ലേ വേണ്ടെന്ന് പറഞ്ഞു. ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞല്ലോ. ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല. അച്ഛന്ന് വെച്ചാ വകയിലുള്ള ഒരു അച്ഛനാ. ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് ആ മനുഷ്യനോട്. പലപ്പോഴും ഇതെല്ലാം രാധികയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം അകറ്റിക്കൊണ്ടിരുന്നു. രാധിക നല്ല കുട്ടിയാണ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം അറിഞ്ഞ പോരെ? അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങേരെ തല്ലിയപ്പുണ്ടല്ലോ, എന്റെ കാലം അന്ന് തരിച്ചൊന്ന ഒറ്റ ചവിട്ട് വിട്ടാൻ. വൃത്തികെട്ട തള്ള. അതിന്റെ മോന്ത കണ്ടാ മതി, പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല. ജാമ്പോന്റെ കാലത്തുള്ള മോറിസ് മൈനറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വല്ല എല്ലു പിടിക്കും കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ചാക്കിലും കെട്ടി അവരെ വല്ലവരുടെ കെട്ടിടം പണിയിനടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്തുകിന് ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്കിനെ കെട്ടി മുറുക്കി ഈ പൈലക്കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് ഞെക്കി അവരുടെ ചോര പിഴിഞ്ഞെടുത്ത്. എടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടറാ. നിന്നെ എന്തെങ്കിലും എന്റെ കൈ കിട്ടും.